ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴംപൊരിയാണ്. ആ പഴംപൊരിക്ക് വേണ്ട റെസിപ്പികൾ സാധനങ്ങൾ എന്തൊക്കെയാണ്? ഒരു 250 കപ്പിന് 1 കപ്പ് മൈദ, 1/2 കപ്പ് അരിപ്പൊടി, അല്ല 1/4 കപ്പ് അരിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ള് ബേക്കിംഗ് സോഡ, ഒരു 3 ടീസ്പൂൺ പഞ്ചസാര. അതൊക്കെ കൂട്ടി പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ കൂട്ടി 3 മിനിറ്റ് നേരം വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ പുളിച്ച ഇഡ്ഡലി മാവോ ദോശമാവോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ പഴംപൊരി ഉണ്ടാക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് സോഡാപ്പൊടി ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് നേരം വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കുക. അപ്പോൾ 1/2 കപ്പ് മൈദ, 1/4 കപ്പ് അരിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ പഞ്ചസാര, 2 നുള്ള് ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പും, 1/4 ടീസ്പൂൺ ഉപ്പുപൊടി. നമുക്കത് കൂട്ടി യോജിപ്പിച്ച് വയ്ക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട്, വെള്ളം കൂടാൻ പാടില്ല. നമ്മളെ ടീസ്പൂണുമ്മേ കവർ ചെയ്ത് നിൽക്കണം പൊടി. വെള്ളം കൂടിയ പഴത്തുമ്മേ പിടിക്കില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കട്ടല്ലാതെ മിക്സ് ചെയ്യുക. ഇഡ്ഡലി മാവോ ദോശമാവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ബേക്കിംഗ് സോഡ ചേർക്കേണ്ടി വരില്ല. അത് ഒഴിച്ചിട്ട് ബേക്കിംഗ് സോഡ ചേർക്കാണ്ട് ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഇഡ്ഡലി മാവ് ഒഴിച്ചാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ 2 നുള്ള് ബേക്കിംഗ് സോഡ ഇടുക. ഇല്ലെങ്കിൽ 6 മണിക്കൂർ വയ്ക്കുക. ഇതപ്പം മിക്സ് ചെയ്തു. ഇങ്ങനെ വരണം. ടീസ്പൂണിന്മേൽ കവർ ചെയ്തിട്ട് ഇങ്ങനെ വരണം. അതുപോലെ ആക്കണം. നല്ല പഴുത്തുമ്മ അതാവാൻ വെക്കണം. ഇനി ഒരു 3 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് പഴം തോല് പൊളിച്ച് ഞാനിപ്പോൾ അതാ ഒരു 1/2 കിലോ പഴം വാങ്ങിയതാണ്. അത് 3 എണ്ണം ഉണ്ട്. അത് നിങ്ങൾക്ക് നടു പൊളിക്കണമെങ്കിൽ നടു പൊളിക്കുക. അല്ല 3 കഷ്ണമാണെങ്കിൽ 3 കഷ്ണം. ഞാനിപ്പോൾ അതൊക്കെ പിന്നെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യുക. ചെറുതാക്കി നുറുക്കിയിട്ടാ വലുതാക്കി നുറുക്കിയിട്ടാ. ഞാനിപ്പോൾ വലിയ പഴം നടു പൊളിച്ചിട്ട് 2 കഷ്ണമാക്കിയിട്ടാണ്. വലുതാണ് അപ്പം ശരി. ഞാനിപ്പോൾ ഈ പഴം
നടു മുറിച്ചിട്ടാണ് ആക്കുന്നത്. ഇത്തിരി വലിപ്പം കൂടുതലാണ്. അപ്പോൾ ഞാൻ നടു 2 കഷ്ണമാക്കണുള്ള ഒരു പഴം കൊണ്ട്. നിങ്ങൾക്ക് നിങ്ങളാവശ്യമുള്ള പോലെ ആക്കുക. അതാ പഴമൊക്കെ നടു പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം. പഴംപൊരി ഉണ്ടാക്കാൻ നോക്കാം. സ്റ്റവ് എത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എല്ലാവരും ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പം അതാ നമ്മുടെ പഴംപൊരിക്കുള്ള എണ്ണ ചൂടായി വന്നു. പഴംപൊരി എന്നിട്ട് മാവിൽ മുക്കിയിട്ട് കെട്ടും. അപ്പോൾ അതാ പഴംപൊരി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കാൻ നോക്കാം. ഇനി ബാക്കിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. പഴംപൊരി മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം.